സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുലങ്ങയും കൂട്ടി തിരിച്ചെത്തുവാണ് കേട്ടോ സുകുമാരിയമ്മ. ഈ സമയം എല്ലാവരും മുറ്റത്തിങ്ങനെ നിൽക്കുന്നത് കണ്ട് അമ്പരന്ന് നിൽക്കുവാണ് സുകുമാരിയമ്മ. അന്നേരം സുകുമാരിയമ്മ അടുത്തേക്ക് ചെന്ന് ചോദിക്കണേ, ഇതെന്താ എല്ലാവരും കൂടി മുറ്റത്തേക്ക് ഇറങ്ങുമെന്ന് നിൽക്കുന്നത്? എന്താ ആരെങ്കിലും താലപ്പൊലെടുത്ത് സ്വീകരിക്കാനുണ്ടോ? അന്നേരം ജയഭാരതിയമ്മ പറയണേ, ഉണ്ടല്ലോ, ഗർഭിണിയായ നിങ്ങളുടെ മോളെ ഞങ്ങളങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം സുകുമാരിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അന്തമിട്ട് നിൽക്കുവാണ്. പ്രിയങ്കക്കും കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ഈ സമയം സുകുമാരിയുടെ കാരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ്ടോ ജയഭാരതി. അന്നേരം ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയും പ്രിയങ്കയൊക്കെ. സുകുമാരിയും അങ്ങ് സ്തംഭിച്ച് നിൽക്കുവാണ്. ഈ സമയം ജയഭാരതി ചോദിക്കണേ, ഈ തല്ലി എന്തിനാണെന്നറിയോ? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ വരുണിനെ നിങ്ങളൊരു കുറ്റക്കാരനാക്കിയതിന്, എല്ലാവർക്കും മുമ്പിൽ നാളും കെട്ട് തല താഴ്ത്തി നിർത്തേണ്ട അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയതിന് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവൾ ഗർഭിണിയാണെന്നല്ലേ? എന്നാൽ സുകുമാരിയമ്മേ, നിങ്ങളുടെ ആ കള്ളക്കളി തീർന്നു. ഇവളെ പരിശോധിച്ച അതേ ഡോക്ടർ തന്നെ പറഞ്ഞു, ആര് പറഞ്ഞിട്ടാണ്, ആര് പറയിപ്പിച്ചിട്ടാണ് അവരാ നുണ പറഞ്ഞതെന്ന്. ആ സത്യം ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം. ആ CIനെയും ഗൗതത്തിനെയും കൂട്ടുപിടിച്ച് നിങ്ങൾ നടത്തിയ നാടകം ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇപ്പം തന്നെ തലക്ക് സുഖമില്ലാത്ത നിങ്ങളുടെ കൊച്ചുമോളെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പടിയിറങ്ങി പൊക്കോണം. ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ പോയി ചെയ്. ഇത്ര നാളും പറഞ്ഞത് എന്ത് ചെയ്താലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്നാണല്ലോ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങളാണ് സ്റ്റേഷനിലേക്ക് പോകാൻ പോകുന്നത്. ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ എൻ്റെ കൊച്ചുമോനെ നിങ്ങൾ അപകീർത്തിപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ മാനനഷ്ടത്തിൻ്റെ പേരിൽ ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്താലുണ്ടല്ലോ സുകുമാരിയമ്മേ, പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ എണ്ണയകത്ത് കിടക്കേണ്ടി വരും. എന്താ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണോ? അങ്ങനെ പത്തിയും താഴ്ത്തി അടിയും വാങ്ങിയിട്ട് അവിടെ നിന്നും പാടിയിറങ്ങി പോരേണ്ടി വരുവാണ് കേട്ടോ പ്രിയങ്കക്കും സുകുമാരിയമ്മക്കും. ഈ സമയം ജയഭാരതി അമ്മ കൽപ്പനയോട് ഉർവശിയോട് ചോദിക്കണേ, അല്ല നിങ്ങൾക്ക് ഈ ഗർഭനാടകത്തിൽ പങ്കുണ്ടോ? എന്താ ഉർവശി, നിൻ്റെ മോനാണല്ലോ ഇങ്ങനൊരു കള്ളക്കഥ ഉണ്ടാക്കാൻ ആ ഡോക്ടറിനെ ഭീഷണിപ്പെടുത്തിയതും ഇതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും സൗകര്യവും എല്ലാം ആ സുകുമാരിയമ്മക്ക് ഒരുക്കി കൊടുത്തതും. അല്ല നിനക്കും ഇതിൽ പങ്കുണ്ടോ? അയ്യോ അമ്മേ, സത്യമായിട്ട് എനിക്കറിയില്ല. അവനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് നാള് കുറേയായി. അവൻ ഇങ്ങനൊരു പണി ഒപ്പിച്ചത് എനിക്കറിയില്ല. ഇതിന് എനിക്കൊരു പങ്കുമില്ല. ഞങ്ങളും ഇത്രയും നാൾ വിചാരിച്ചത് അവൾ ശരിക്കും ഗർഭിണിയാണെന്ന് തന്നെയാണ്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് തിരിച്ചെത്തിയ വരുണിനോട് ഈ സന്തോഷ വാർത്ത പറയുന്ന മുത്തശ്ശീനെയും രാധികനെയാണ് കേട്ടോ. ഈ സമയം വരുണിനാണെങ്കിൽ ആദ്യം കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. എന്താ പറയുന്നത്? ഒന്ന് വ്യക്തം തെളിച്ച് പറയുന്നേ. അന്നേരം ജയഭാരതിയമ്മ പറയണേ, സുകുമാരിയും പ്രിയങ്കയും ഇവിടെ നിന്ന് ഇറങ്ങിയതല്ല, ഇറക്കി വിട്ടു. അവരുടെ എല്ലാ കള്ളക്കളിയും എല്ലാവർക്കും മുമ്പിൽ വെച്ച് അങ്ങ് പൊളിച്ചെടുക്കും ഞങ്ങൾ. അങ്ങനെ അത് കേൾക്കുന്നതും വളരെ സന്തോഷവുമാണ്. നടന്ന കാര്യങ്ങളെല്ലാം രാധികയും ജയഭാരതിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുവാണോ. അത് കേട്ട് സന്തോഷിച്ച് തുള്ളിച്ചാടുവാണ്ടോ വരുൺ. അങ്ങനെ സന്തോഷം കൊണ്ട് മുത്തശ്ശിയെ കയ്യിൽ പിടിച്ച് കറക്കുവാണ്. അതിനുശേഷം രാധികയെ കൈകളിൽ കോരിയെടുത്ത് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്ടോ വരുൺ. അങ്ങനെ അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തിൽ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് തെരുവിലേക്ക് ഇറങ്ങി എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്ന പ്രിയങ്കേനെയും സുകുമാരീനെയുമാണ്. അന്നേരം പ്രിയങ്ക പറയണേ, എന്നാലും എല്ലാം പൊളിഞ്ഞു പോയല്ലോ മുത്തശ്ശി. എല്ലാവർക്കും മുമ്പിൽ നാണം കെട്ട് അവരുടെ കൈകൊണ്ട് തന്നെ തല്ലി അവരെ നമ്മൾ ഇറക്കി വിട്ടില്ലേ. നമ്മളിനി എന്ത് ചെയ്യും മുത്തശ്ശി? ഈ സമയം സുകുമാരിയാണെങ്കിൽ കവളിലിങ്ങനെ കൈയും പിടിച്ച് വേദന കൊണ്ട് പറയണേ, ആ ജയഭാരതിയുടെ കൈയെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് തോന്നുന്നത്. ഒറ്റയടിക്ക് ഞാനങ്ങ് കറങ്ങിപ്പോയില്ലേ. കുറച്ചു നേരത്തേക്ക് സ്ഥലകാല ബോധവും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരിനി എന്ത് ചെയ്യും എന്നാലോചിച്ച് ടെൻഷനിലിരിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്